بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ വർഷത്തെ വിശുദ്ധ റമദാനിലെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളെല്ലാവരും. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളുടെ ഇബാദത്ത് കർമ്മങ്ങൾ അല്ലാഹു തആല അത് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹവും പ്രതീക്ഷയും മോഹവുമാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളുടെ നോമ്പും നമ്മളുടെ രാത്രി നമസ്കാരവും നമ്മളുടെ ഇഴ്തികാഫും നമ്മളുടെ ദാനധർമ്മങ്ങളും നമ്മളുടെ ഖുർആൻ പാരായണവും എന്നുവേണ്ട നല്ലതിൻ്റെ മാർഗത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചുവോ അതെല്ലാം അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മളിൽ നിന്നും സ്വീകരിച്ച് പ്രതിഫലം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ റമദാൻ വിട പറഞ്ഞു പോകുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കേണ്ടതും അള്ളാഹുവിൻ്റെ കാരുണ്യം തന്നെയായിരിക്കണം. റമദാൻ സത്യത്തിൽ നമ്മളെ ഓരോരുത്തരെയും പാകപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ശരി. ഓരോ വിശ്വാസിയിലും ഓരോ റമദാനും ചെയ്തിട്ടുള്ള വമ്പിച്ച സ്വാധീനം ആ രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് റമദാൻ മാസം ഒരു പരിശീലനക്കളരി പോലെ, ഒരു പരിശീലനത്തിൻ്റെ കാലം പോലെ നമുക്കെല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഓരോരുത്തർക്കും അറിയാം, ഹലാലായിരുന്ന ഭക്ഷണവും അനുവദനീയമായിരുന്ന പാനീയങ്ങളുമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പകൽ സമയം റമദാനിൻ്റെ പകലുകളിൽ ഒഴിവാക്കിയിട്ടുള്ളത്. അനുവദനീയമായ ഭക്ഷണ പദാർത്ഥങ്ങളെ അള്ളാഹു നമ്മളോട് നിയന്ത്രിച്ച് നിർത്താൻ, അതിൽ നിന്നും ഒഴിവായി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് റമദാനിന് ശേഷം ഒരിക്കലും നിഷിദ്ധമായ ഭക്ഷണങ്ങളോ നിഷിദ്ധമായ പാനീയങ്ങളോ ഒരിറക്കുപോലും നിങ്ങളുടെ ആമാശയത്തിലേക്ക് എത്തരുത് എന്നുള്ള ആവശ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ തീരുമാനിക്കേണ്ടതും അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുള്ള, അല്ലാഹു വിലക്കിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയവും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒരിക്കലും ഉപയോഗിക്കുകയില്ല എന്നുള്ള തീരുമാനം തന്നെയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല, നമ്മളുടെ സംസാരവും എല്ലാവരും വളരെയധികം നിയന്ത്രിച്ചുകൊണ്ടാണ് ജീവിച്ചിട്ടുള്ളത്. സംസാരത്തിൽ കളവ് വരാതിരിക്കാൻ, നമ്മളുടെ ഓരോരുത്തരുടെയും സംസാരത്തിൽ അന്യരെ പറ്റിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുസ്സൂചന ഇല്ലാതിരിക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ ഈ മാസത്തിൽ പരിശീലനം നേടിയവരാണ്. അതിൻ്റെ അർത്ഥം
റമദാൻ കഴിഞ്ഞാലും ഈ രൂപത്തിലുള്ള തീരുമാനങ്ങളിലും നമ്മളുടെ നിയന്ത്രണത്തിലും വേണം നമ്മളുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ എന്നുള്ള കാര്യമാണ്. സംസാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സുന്നത്ത് കാര്യങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിലും അതീവമായ ഒരു ശ്രദ്ധയും ജാഗ്രതയുമാണ് നമ്മളെല്ലാവരും വെച്ച് പുലർത്തി പോന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ പരിശീലിപ്പിക്കുകയാണ്, റമദാൻ കഴിഞ്ഞാൽ സുന്നത്തിൽ കാണിച്ചിട്ടുള്ള ഈ കണിശതയും കൃത്യതയും ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഫർളായ ഒരു കാര്യം, ഫർളായ ഒരു നമസ്കാരം അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വിട്ടുപോകുകയില്ല എന്നുള്ള അചഞ്ചലമായ ഉറച്ച തീരുമാനമാണ് നമുക്ക് ഇന്നേ ദിവസം നമുക്ക് എടുക്കാനുള്ളത്. സഹോദരങ്ങളെ, നന്മയുടെ ഏതൊക്കെ ഹൈറിൻ്റെ ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് അനുവദനീയമായിരുന്ന നമ്മളുടെ സ്വന്തം ജീവിത പങ്കാളി ഭാര്യയെ പോലും നമ്മൾ വളരെയധികം കരുതലോടുകൂടെയാണ് റമദാനിൻ്റെ പകലുകളിൽ സമീപിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള അന്യസ്ത്രീകൾ, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള വ്യഭിചാരമോ അതിലേക്ക് നയിക്കുന്ന ഒരു കാര്യങ്ങളിലേക്കും ഞാൻ നീങ്ങുകയില്ല എന്നുള്ള ഒരു പരിശീലനം തന്നെയാണ് റമദാനിൽ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നമ്മളെ ഉണർത്തുന്നത്. ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്ത ആളുകളുണ്ടല്ലോ, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, അവർക്കുള്ള മഹത്തായ വമ്പിച്ച പ്രതിഫലത്തെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്ത് സജദയിലൂടെ. അമ്മല്ലദീന ആമനു വഅമിലുസ്വാലിഹാത്ത്, അപ്പോൾ വിശ്വസിക്കുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള സൽക്കർമ്മം നിർവഹിക്കുകയും ചെയ്ത ആളുകൾക്ക് ഫലഹും ജന്നാത്തുൽ മഅ്വ, അവർക്കാണ് അള്ളാഹു സങ്കേതത്തിൻ്റെ സ്വർഗം, എല്ലാ തരത്തിലും ആനന്ദം പകരുന്ന സ്വർഗങ്ങൾ അള്ളാഹു ആ ആരാമങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. അത് നുസുലൻ ബിമാ കാനു യഅമലൂൻ, അവർ ജീവിതത്തിൽ അത്യധ്വാനം നടത്തിയതുകൊണ്ട്, ജീവിതത്തിൽ പരിശ്രമത്തിൽ ഏർപ്പെട്ടതുകൊണ്ടുള്ള ഒരു ആതിഥ്യം എന്നോണമാണ്, അള്ളാഹുവിൻ്റെ ഒരു സൽക്കാരം എന്നോണമാണ്, അള്ളാഹുവിൻ്റെ ഒരു പ്രതിഫലം എന്നോണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നത് എന്നാണ്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ വിശ്വാസികളോട് പറയുന്ന ഒരു ഭാഗം ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ തിന്നുകൊള്ളുക, നിങ്ങൾ അതേപോലെ തന്നെ കുടിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ഭക്ഷണവും പാനീയവും ഉപയോഗിക്കാം. എന്തുകൊണ്ട്? അത് അള്ളാഹു ഒരു സന്തോഷകരമായി നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യമാണ്. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങളുടെ മുൻകഴിഞ്ഞ നാളുകളിൽ, നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന സമയത്ത് അള്ളാഹു താല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വമ്പിച്ച അനുഗ്രഹങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ കർമ്മനിരതരായതുകൊണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചത് കൊണ്ടുള്ള ഒരു പ്രതിഫലം എന്നുള്ള നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിയത് എന്നാണ്. എന്നാൽ അതിൻ്റെ നേരെ വിപരീതമായ കാര്യം അള്ളാഹു നമ്മളെ താക്കീത് ചെയ്യുകയാണ്. വ അമ്മല്ലദീന ഫസഖു, ജീവിതത്തിൽ ധിക്കാര പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒന്ന്, നന്മയുടെ മാർഗത്തിൽ ചിന്തിക്കുകയും നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, അവർക്കുള്ള പ്രതിഫലം. നേരെ മറിച്ച് തിന്മയുടെ ഭാഗങ്ങളിൽ സജീവരായ ആളുകൾ, അവർക്കുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ഫമഅ്വാഹു മുന്നാർ, അവരുടെ അഭയസ്ഥാനം എന്ന് പറയുന്നത്, അവർ എത്തിച്ചേരുന്ന കേന്ദ്രമെന്ന് പറയുന്നത് അഗ്നിയാണ്. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ, അഗ്നിയുടെ, തീയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത നമുക്കറിയാം. അത് ആളുകൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമുള്ള ഒരു ശിക്ഷയാണ്. ഈ ലോക ജീവിതത്തിൽ നമുക്കറിയാം, തീപ്പൊള്ളലേറ്റ ആൾ, അദ്ദേഹം അനുഭവിക്കുന്ന ഭീകരതയും വിഷമവും പ്രയാസവുമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. നിശ്ചിത ശതമാനത്തിലധികം തീപ്പൊള്ളലേറ്റാൽ അദ്ദേഹത്തെ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതും നമുക്കറിയാം.
തീ ഇത് വളരെ വലിയ ഒരു ശിക്ഷയുടെ ഭാഗം തന്നെയാണ്. അള്ളാഹു പറയുന്നു, അങ്ങനെ നരകാഗ്നിയിൽ പ്രവേശിപ്പിച്ച ആളുകൾ അവർ ഒരു വിഫല ശ്രമം നടത്തും. എന്താണത്? അൻ യഖ്റുജു മിൻഹ, നരകാഗ്നിയിൽ നിന്നും പുറത്തു കടക്കാനുള്ള അവരുടെ തിടുക്കമാണ്. ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ലണ്ടൻ മഹാനഗരത്തിലുണ്ടായ ഒരു വലിയ ഒരു കെട്ടിട സമുച്ചയം, ഫ്ലാറ്റ് അഗ്നിക്കിരയായ സമയത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമുക്കൊക്കെ അറിയാം. ആളുകൾ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയാണ്. അവർക്ക് ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയാണ്. ഒരുപാട് ആളുകൾ അവിടെ അഗ്നിക്കിരയായത് നമുക്ക് വായിക്കാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തരത്തിലുള്ള മഹാദുരന്തങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, നരകാഗ്നിയിൽ പ്രവേശിച്ച ആളുകൾ അവിടെ നിന്നും തിടുക്കപ്പെട്ട് പുറത്തേക്ക് കടക്കാനുള്ള അവരുടെ ശ്രമം നടക്കുമെന്നാണ്. പക്ഷേ സാധിക്കുന്നില്ല. ഫഉഈദു ഫീഹാ, അവരെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ തെളിക്കുകയാണ് എന്നാണ്. നരകാഗ്നിയിൽ നിന്നും അഗ്നിയുടെ ചൂടിന്റെ അതിന്റെ അസഹനീയത അനുഭവപ്പെട്ടതിന് ശേഷം മനുഷ്യന്മാർ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അള്ളാഹു അനുവദിക്കുന്നില്ല, അവരെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോരുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഖീല ലഹും, അവിടെ മലക്കുകൾ അവരോട് വിളിച്ചു പറയുന്ന ഒരു ദുരന്ത വാർത്തയുണ്ട്. എന്താണെന്നറിയുമോ? ദൂഖൂ അദാബന്നാർ അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ ഈ അഗ്നിയുടെ ശിക്ഷയുടെ അതിന്റെ കഠിനമായ അതിന്റെ അവസ്ഥ നിങ്ങൾ രുചിച്ചു കൊള്ളണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിഷേധിച്ചത് കൊണ്ട് സംഭവിച്ചിട്ടുള്ള വലിയ ഒരു പരിണിതിയാണിത് എന്ന് അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതം വളരെ പ്രധാനമാണ്. ജീവിതത്തിലെ സമയം വളരെ പ്രധാനമാണ്. നമുക്കറിയാം, മരണശേഷം അള്ളാഹുവിന്റെ വിചാരണ നേരിടുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കുമത്രേ, നിങ്ങൾ എത്ര ദിവസങ്ങളാണ് ഭൂമിയിൽ ജീവിച്ചത് എന്ന്. നമുക്കറിയാം, ഒരു 50 വയസ്സ് 60 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകൾ എത്ര ദിവസമാണ് ഇവിടെ കഴിഞ്ഞുകൂടിയത് എന്ന് നമ്മളുടെ കാൽക്കുലേറ്ററിൽ നമുക്ക് കണക്ക് കൂട്ടാൻ പ്രയാസമില്ല. പക്ഷേ അവിടെ ആളുകൾ മറുപടി പറയുന്ന ഒരു കാര്യം ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. കം ലബിസ്തും, നിങ്ങൾ ദുനിയാവിൽ എത്ര വർഷമാണ്, എത്ര ദിവസമാണ് നിങ്ങൾ താമസിച്ചത്, നിങ്ങൾ ചെലവഴിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് മനുഷ്യന്മാർ പറയുന്ന ഒരു മറുപടി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. കാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഞങ്ങൾക്ക് അങ്ങനെയേ തോന്നുന്നുള്ളൂ, ഞങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ചെറിയൊരു അംശമോ മാത്രമേ ഞങ്ങൾ ഈ ദുനിയാവിൽ കഴിഞ്ഞിട്ടുള്ളൂ നാഥ എന്നാണത്രേ ആളുകളുടെ മറുപടി ഉണ്ടായിത്തീരുക എന്നുള്ളതാണ്. അത് നമുക്ക് പരലോകത്തേക്ക് തന്നെ പോകണമെന്നില്ല. ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മളുടെ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത്, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ജനന തീയതി നമുക്ക് മനഃപ്പാടമാണ്. എത്ര പ്രായം കൂടിയ ആളോട് ചോദിച്ചാലും അദ്ദേഹം ഇത്ര കൊല്ലം ഇത്ര ദിവസങ്ങൾ ഇവിടെ ദുനിയാവിൽ കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പ്രയാസമാണ്. അതാണ് ദുനിയാവിന്റെ കഥ. നമ്മൾ ഇന്നലെയോ കഴിഞ്ഞ വർഷമോ ഇവിടെ വന്നതുപോലെയുള്ള ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിത്തീരുന്നത്. അള്ളാഹു പറയുന്നു, മനുഷ്യന്മാർ പരലോകത്തെത്തിക്കഴിഞ്ഞാലും ഞങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അംശമോ മാത്രമാണ് ഞങ്ങൾ ദുനിയാവിൽ താമസിച്ചത് എന്നുള്ള അനുഭവമാണ് ഉണ്ടായിത്തീരുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഈ 28 ദിവസങ്ങൾ നമ്മൾ നിർവഹിച്ചു പോരുന്ന റമദാനിന്റെ 28 ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരുന്നു എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയാണ്. ഇനി 1-2 ദിവസം മാത്രമേ നമ്മളുടെ മുമ്പിലുള്ളൂ. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ ഒരിക്കലും അവസാനിക്കാത്ത പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് നമ്മൾ വെച്ചു പുലർത്തേണ്ടത്. മഹാനായ ഒരു അറബി കവി പറയുകയുണ്ടായി, ദഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിക് വസവാനി. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഹൃദയമിടിപ്പിൽ കൈവച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നമ്മളുടെ ഹൃദയം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളുടെ ഹൃദയം നമ്മളുടെ കൈകളോട് സംസാരിക്കുന്നത്
നമ്മളുടെ ഓരോരുത്തരുടെയും കൈ നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതാ ജീവിതം എന്ന് പറയുന്നത് ഇതേപോലെ സെക്കൻഡുകളും മിനിറ്റുകളുടെയും തുടിപ്പ് മാത്രമാണ് എന്നാണ്. ഒരു ക്ലോക്കിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സൂചി കറങ്ങുമ്പോഴുള്ള ഒരേ അവസ്ഥ, അതേ അവസ്ഥ, അതേപോലെ നമ്മളുടെ ഹൃദയം നമ്മളോട് മന്ത്രിക്കുന്നു, ഞാൻ തുടിക്കുന്ന ഈ ഓരോ തുടിപ്പും അത് ഓരോ സെക്കൻഡായി, ഓരോ മിനിറ്റായി നിനക്ക് അനുഭവപ്പെടണം എന്നുള്ളതാണ്. എന്താണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്? സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ തീരുമാനിക്കാനുള്ളത്, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെയധികം പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഇനിയുള്ള റമദാനിന് ശേഷമുള്ള നമ്മളുടെ ജീവിതത്തിലും കഴിയണം എന്നുള്ള കാര്യം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ കർമ്മ നിരതരാകേണ്ടത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആത്മപ്രശംസ നമുക്ക് വന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഖുർആൻ വിരോധിച്ച കാര്യമാണ്. സ്വന്തം ആരും തന്നെ അവരെ വിലയിരുത്തി ഞാൻ മികച്ചവനായിരിക്കുന്നു, ഞാൻ സത്യവിശ്വാസിയായിരിക്കുന്നു എന്ന് ആർക്കും തന്നെ തീരുമാനിക്കാനുള്ള അവസരമുണ്ടാകരുത് എന്നാണ്. ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ ആത്മപ്രശംസ നടത്താൻ പാടില്ല. അതേസമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ആത്മവിചാരണ തന്നെയാണ് എന്നാണ്. അള്ളാഹു നമ്മളോട് ആ കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. ഇതാണ് ആത്മവിചാരണ എന്ന് പറഞ്ഞാൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടവരാണ്. മാത്രമല്ല, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, ഓരോ വ്യക്തിയും, അങ്ങനെയാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്, ഓരോ വ്യക്തിയും ചിന്തിക്കട്ടെ. എന്താണ് ചിന്തിക്കേണ്ടത്? വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, മരണാനന്തര ജീവിതത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു കാര്യമാണിത്. മരണാനന്തര ജീവിതത്തിൽ ഞാൻ എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ആലോചന, അതാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് അള്ളാഹു നമ്മളെ ഉണർത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ആലോചനകളിലൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരറ്റം സ്നേഹിച്ചിട്ടുള്ള റസൂലിൻ്റെ സ്വഹാബികളും അതിനുശേഷം വന്നിട്ടുള്ള താബിയുകളും സലഫുകൾ, അവരാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് വിശ്വാസികളോട്. ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്നാണ് പറയാറുള്ളത്. നിങ്ങൾ വിചാരണ ചെയ്യണം ഓരോരുത്തരും. ഖബ്ല അൻ തുഹാസബു, അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി, പരലോകത്ത് അള്ളാഹു നമ്മളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ വിചാരണ ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലൂടെ ഒരിക്കൽ സുഹൃത്ത് അനസ് റളിയല്ലാഹു അൻഹുമൊത്ത് നടന്നു പോകുന്ന ഒരു രംഗം അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് അനുസ്മരിക്കുന്നുണ്ട്. ഞാനും എൻ്റെ നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ഇരുവരും മദീനയിലൂടെ ഒരു തെരുവിലൂടെ ഞങ്ങൾ നടന്നു പോവുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു നിമിഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാതെ അദ്ദേഹം മാറി നിന്നുകൊണ്ട്, ഒരു വേലിയോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പിറുപിറുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. മറ്റൊന്നുമായിരുന്നില്ല, മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വയം വിചാരണ ചെയ്യുന്ന രംഗമാണ് അനസ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുള്ളത് എന്നാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാദാ തഖൂലു യാ ഉമർ ഇദാ അതൈത ഇൻദല്ലാഹി ഗദൻ. ഇതാണ് അദ്ദേഹം അനുസ്മരിക്കുന്നത്. ഉമറെ, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നെ കൊണ്ടുവരുന്ന സമയത്ത് നിനക്ക് അള്ളാഹുവിനോട് എന്ത് സമാധാനമാണ് മറുപടി പറയാനുണ്ടായിരിക്കുക എന്നുള്ള ചോദ്യമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തത്തോട് ചോദിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ വെള്ളി വെളിച്ചം, ഇസ്ലാം
സത്യവിശ്വാസം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം ഏറ്റവും മാതൃകായോഗ്യമായ ഒരു അനുഭവമായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. ആ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹത്തെ സ്വയം വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. വളരെ വലിയ ഒരു സന്ദേശമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഫലാ തുസക്കു അൻഫുസക്കും, നമ്മളാരും നമ്മളെപ്പറ്റി അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല. അമ്മാ മനിസ്തഗ്ന, അങ്ങനെയുള്ള ആളുകളെ ഖുർആൻ പലയിടങ്ങളിലായി ആക്ഷേപിക്കുകയാണ്. സ്വയം തികഞ്ഞു എന്ന് വിചാരിക്കുന്ന ആളുകൾ, നേരെ മറിച്ച് ഒന്നും ആയില്ല എന്നുള്ള തോന്നലുകളാണ് ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത് എന്നാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചതുപോലെ. അദ്ദേഹത്തിൻ്റെ മരണ സമയത്തുണ്ടായിരുന്ന അനുഭവം മക്കൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം കരഞ്ഞു പോകുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾ ഇങ്ങനെ ആശങ്കിക്കുന്നത്, വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടി, ഞാൻ എൻ്റെ പരലോകത്തിൻ്റെ കാര്യം ഓർത്തുകൊണ്ടാണ് മക്കളെ എന്നുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും വലിയ വീണ്ടുവിചാരം ഉണ്ടായിത്തീരേണ്ടത് നമ്മളെ സംബന്ധിച്ച് തന്നെയാണ് എന്നാണ്. ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണിത് എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കാനുള്ള ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളൊന്ന് ക്ഷീണിച്ചു പോയാൽ, നമ്മളൊന്ന് രോഗിയായി പോയാൽ, സഹോദരങ്ങളെ, നമ്മളെ സഹായിക്കാനുള്ള 1000 കൈകൾ നമ്മളുടെയൊക്കെ ചുറ്റുവട്ടത്ത് പടച്ചവന്റെ അനുഗ്രഹത്താലുണ്ട്. നമ്മളുടെ മക്കൾ നമ്മൾ മരിച്ചാലും അനാഥരാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഈ ലോകം, ഈ ജീവിക്കുന്ന ലോകം തന്നെ നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ പരലോകത്തിന്റെ കാര്യം അത് മറ്റുള്ള ആളുകളൊന്നും ഏറ്റെടുക്കുകയില്ല എന്നുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. നബിക്ക് അദ്ദേഹത്തിന്റെ മകളോടുള്ള അതിരറ്റ വാത്സല്യം, സ്നേഹം വളരെ പ്രസിദ്ധമാണ്. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയും അവരുടെ നെറുകയിൽ ഉമ്മ വെക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നബിക്ക്, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ മക്കളോടുള്ള സ്നേഹത്തിന്റെ ബാഹ്യമായ പ്രകടനമാണിത്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. യാ ഫാത്തിമ ഫൽദത്തു ഖൽബി എന്ന് വിളിച്ചുകൊണ്ടാണ് നബി സംസാരിക്കുന്നത്. ഫാത്തിമ, എൻ്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ, ഒരു പ്രത്യേക കാര്യം നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഭൗതികമായി എന്നോട് പലതും ചോദിക്കാം, ദുനിയാവിലെ കാര്യങ്ങൾ. എനിക്കത് നിവർത്തി ചെയ്യാൻ സാധിക്കും, എനിക്കത് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ അങ്കിദി നഫ്സകി മിനന്നാർ, നീ തന്നെ തീരുമാനിക്കണം നരകത്തിൽ നിന്നും രക്ഷ നേടാനുള്ള വഴികൾ. അത് ഫാത്തിമ നീ തന്നെ തീരുമാനിക്കണമെന്നാണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പുന്നാര മോളാണ് എന്ന് കരുതി, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാത്സല്യനിധിയായ പുത്രിയാണെന്ന് കരുതി നരകമോചനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പഴുതും ഒരു മാർഗവുമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു കാര്യം നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളെ ഉണർത്താനാണ് നബി തിരുമേനി പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഈ ദുനിയാവിൽ ആളുകൾ ഉണ്ടാകാമെങ്കിലും നമ്മളുടെ പരലോകത്തിന്റെ കാര്യം, നമ്മളുടെ ഖബർ ജീവിതത്തിലെ കാര്യം, അതിനെ ഭാഗിച്ചെടുക്കാൻ, വീതിച്ചെടുക്കാൻ മറ്റാരും തന്നെ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് ഭർത്താവോ, ഭർത്താവിന് ഭാര്യയോ, ഇങ്ങനെ കുടുംബ ബന്ധങ്ങളൊന്നും തന്നെ നമുക്ക് സഹായകമാകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, റമദാനിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഈ ആത്മീയമായ വിശുദ്ധി ഉണ്ടല്ലോ, ഈ തെളിഞ്ഞ ഈ ജീവിതമുണ്ടല്ലോ, കലർപ്പില്ലാത്ത വളരെ സംശുദ്ധമായ ഈ ജീവിതമുണ്ടല്ലോ, അത് ഇനിയും ബാക്കിയുള്ള ജീവിതത്തിലും നമ്മൾ തുടർന്ന് കൊണ്ടുപോകാൻ, ആത്മീയമായ ഒരു ജീവിതത്തിന്റെ തുടർച്ചയുണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹുവേ നാഥ, അങ്ങനെയുള്ള ഏറ്റവും ജീവിതത്തെ
മഹത്തായി കാണുകയും ജീവിതത്തിൽ അമലുസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാനെ നിന്നോടടുക്കാനും അവസാനം സത്യവിശ്വാസത്തോടുകൂടെ പശ്ചാത്താപത്തോടുകൂടെ ഈമാനോടുകൂടെ തൗബയോടുകൂടെ മരിച്ചു പിരിയാനും അല്ലാഹുവേ നാഥ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, നമുക്കറിയാം റമദാനിൻ്റെ അവസാന സമയത്ത് നമ്മൾ തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് നൽകുക എന്നുള്ളത്. നമുക്കറിയാം ദാനത്തിൻ്റെ മറ്റാളുകളിലേക്ക് ചെയ്യുന്ന സഹായഹസ്തത്തിൻ്റെ പട്ടിക വളരെ നീണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ആളുകൾ ഈ റമദാനിൽ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ പള്ളിയിൽ തന്നെ ഓരോ ജമാഅത്തിന് ശേഷവുമുള്ള കലക്ഷൻ തന്നെ വളരെ ചെറിയൊരു കണക്ക് പരിശോധിച്ചപ്പോൾ തന്നെ ഇന്നേ വരെ 5 ലക്ഷത്തിലധികം രൂപ ഈ പള്ളിയിൽ നിന്ന് തന്നെ സ്വരൂപിക്കാൻ സാധിച്ചതും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സക്കാത്തിൻ്റെ അല്ലെങ്കിൽ സ്വതക്കയുടെ അതിൻ്റെ മാർഗങ്ങൾ നമ്മളുടെ മുമ്പാകെ ഇനിയും നീണ്ടു കിടക്കുകയാണ്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു സക്കാത്താണ് ഫിത്റിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത്. ചെറിയ പെരുന്നാൾക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന മഹത്തായ ഒരു ദാനത്തിൻ്റെ മേഖലയാണ്. സക്കാത്തുൽ ഫിത്റിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് തുഹ്റത്തുൻ ലിസ്സായിം വതുഅമത്തുൻ ലിൽ മസാക്കീൻ എന്നാണ്. നോമ്പുകാരന് ഇനിയും കിട്ടാവുന്ന വിശുദ്ധിയുടെ ഒരു മേഖലയാണത്. അതേപോലെ തന്നെ പാവപ്പെട്ട അഗതികളായ ആളുകൾക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു മാർഗമാണ് അത് എന്നാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ 2 കിലോ കുറച്ച് അധികവും ഇങ്ങനെയുള്ള രൂപത്തിലാണ് ഓരോ ആളും റമദാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും നൽകേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയുണ്ടായി. പണക്കാരനും പണിക്കാരനും എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ഇബാദത്ത് കർമ്മമാണിത്. അത് നമ്മൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ എല്ലാവരും കൃത്യമായി ചെയ്യണം എന്ന് സാന്ദർഭികമായി എല്ലാവരെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഈ വർഷം നമ്മളുടെ കോഴിക്കോട് നഗരത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. ഈ പള്ളിയിലാണ് നമ്മളുടെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നത്. മഴ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്നാലും മഴ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിത്തീരുന്നത് നമ്മൾ അറിയുകയാണ്. നമുക്കറിയാം, തിമർത്ത് മഴ പെയ്യേണ്ടുന്ന ഒരു മാസമായിരുന്നിട്ടും മഴ മടിച്ചു നിൽക്കുന്നത് പോലെയുള്ള അനുഭവമാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ്. അള്ളാഹു കുടിവെള്ളം നൽകി അതുപോലെ തന്നെ സമൃദ്ധമായ ജലം നൽകി നമ്മളെയും നമ്മളുടെ നാടിനെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ, സ്വകീയമായ സ്വന്തം ജീവിതത്തിലും ഓരോരുത്തരും പുലർത്തണം എന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഴ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നാം പെരുന്നാൾ നമസ്കാരം ഈ പള്ളിയിൽ രാവിലെ 8 മണിക്കാണ് നിർവഹിക്കുന്നത് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സ്വതക്ക ഏറ്റവും നല്ല മാർഗത്തിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ വലിയ തുക ഓരോരുത്തരും ഈ വിഷയത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ അറിയുകയാണ്. ഇന്നേ ദിവസം ഈ പള്ളിയിൽ നിന്നും എടുക്കുന്ന നമ്മളുടെ സ്വതക്ക അതിവിടുത്തെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണ്. നമ്മളുടെ ഈ പള്ളി കേന്ദ്രമായി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് പണം സ്വരൂപിക്കുന്നത്. ആ വിഷയത്തിൽ എല്ലാവരും അവരുടെ വിഹിതം നൽകി റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടെ തന്നെ അവരുടെ വിഹിതം ഉപയോഗിക്കണം എന്നും സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കിയ സത്യവിശ്വാസികളിൽ, മനസ്സ് സംശുദ്ധമായ ഏറ്റവും നല്ല വിഭാഗത്തിൽ അല്ലാഹുവേ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പടച്ച തമ്പുരാനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനല്ല എന്നാണ് ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്.
പടച്ചതമ്പുരാനെ, ഒരുപാട് റമദാനുകൾ ഇനിയും ആചരിക്കാനും സ്വീകരിക്കാനും അതിലെ പുണ്യകർമ്മങ്ങൾ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാനുമുള്ള മഹത്തായ ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. പടച്ചതമ്പുരാനെ, ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മുമ്പേ ഈ മാർഗത്തിലൂടെ കടന്നു പോവുകയും നിന്റെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പടച്ചതമ്പുരാനെ, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉപ്പമാരുണ്ട്, ഞങ്ങളുടെ മാതാക്കളുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ഞങ്ങളുടെ മക്കൾ തന്നെ. പടച്ചതമ്പുരാനെ, ഞങ്ങൾക്ക് മുമ്പേ നിന്റെ അടുത്തേക്ക് എത്തിയ ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ നാഥ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും അവരെയും പടച്ചതമ്പുരാനെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാനുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പടച്ചതമ്പുരാനെ, ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ശാരീരികമായ അവശതയുള്ള ആളുകൾ, മാനസികമായി പ്രയാസമുള്ള ആളുകൾ, അതേപോലെ തന്നെ സാമ്പത്തികമായി ഒരുപാട് പ്രാരാബ്ധമുള്ള ആളുകൾ പടച്ചതമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ ഈ തരത്തിലുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നാഥ നീ ഞങ്ങളിൽ നിന്നും ലഘൂകരിച്ച് തരണമേ നാഥ. പടച്ചതമ്പുരാനെ, മഹാരോഗങ്ങളിൽ നിന്നും നീ ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണമേ നാഥ. ഒരുപാട് ആളുകൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ കൂട്ടാളികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ ആശുപത്രി കിടക്കയിലുണ്ട് നാഥ. പടച്ചതമ്പുരാനെ, അവർക്കൊക്കെ നീ ശിഫ നൽകി പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ നിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യാനുള്ള അനുഗ്രഹം അല്ലാഹുവേ നീ നൽകി അനുഗ്രഹിക്കണമേ. പടച്ചതമ്പുരാനെ, ദുരന്തങ്ങളിൽ നിന്ന്, മഹാദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കണമേ. പടച്ചതമ്പുരാനെ നാഥ, ഞങ്ങൾ ഈ റമദാനിൽ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഇബാദത്ത് കർമ്മങ്ങൾ അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യുകയും അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. അവസാനം റയ്യാൻ എന്നുള്ള കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്ത, അള്ളാഹു അറിയിച്ചതനുസരിച്ച് റസൂൽ പറഞ്ഞിട്ടുള്ള റയ്യാൻ എന്നുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മഹത്തായ ഭാഗ്യം പടച്ചതമ്പുരാനെ നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. അവസാനം ഈമാനോടുകൂടെ തൗബയോടുകൂടെ മരിച്ചു പിരിയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين.